വരുന്നു വീണ്ടും ഫൈനലിന് മുമ്പുള്ള മറ്റൊരു ഫൈനൽ നമുക്ക് കാണാം. ഈ ഫിനിഷിംഗ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ 4 വള്ളങ്ങൾ 4ാമത്തെ ഹീറ്റ്സിന് തയ്യാറെടുക്കുന്ന കാഴ്ച. 1ാമത്തെ ട്രാക്കിൽ പ്രേക്ഷകർ ശ്രദ്ധിക്കുക, നീല നിറമുള്ള 1ാമത്തെ ട്രാക്കിൽ സെന്റ് പയസ് ചുണ്ടനാണ്. സെന്റ് പയസ് ബോട്ട് ക്ലബ്ബ് മങ്കൊമ്പ് തുഴയുന്ന സെന്റ് പയസ്. 2ാമത്തെ ട്രാക്കിൽ തെക്കേക്കര ബോട്ട് ക്ലബ്ബ് TBC തുഴയുന്ന കാരിച്ചാൽ. 3ാമത്തെ ട്രാക്കിൽ NBC നാട്ടകം തുഴയുന്ന ചെറുതന. 4ാമത് ആരോമ 1 ആരോമ ബോട്ട് ക്ലബ്ബ് പറവൂർ കൊല്ലം ജില്ലയിൽ നിന്ന് ബോട്ട് തുഴയാനെത്തിയിരിക്കുന്ന ആരോമ 1 ആണ് 4ാമത്തെ ട്രാക്കിലുള്ളത്. പ്രിയപ്പെട്ടവരെ, ആരോമ 4ാമത്തെ ട്രാക്കിൽ, ചെറുതന 3ാമത്തെ ട്രാക്കിൽ, കാരിച്ചാൽ 2ാമത്തെ ട്രാക്കിൽ. ഒരുപക്ഷെ ചുണ്ടൻ വള്ളങ്ങളുടെ കാര്യത്തിൽ രാജാവ് എന്ന് പറയുന്നത്, ഫുട്ബോളിന്റെ കാര്യത്തിൽ അർജന്റീന എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ബ്രസീൽ എന്ന് പറയുന്നത് പോലെ, ചുണ്ടൻ വള്ളങ്ങളുടെ ചരിത്രത്തിൽ കാരിച്ചാലിനൊരു പേരുണ്ട്. കാരിച്ചാൽ 2ാമത്തെ ട്രാക്കിലുണ്ട്. 2ാമത്തെ ട്രാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ശ്രദ്ധിക്കൂ, വെളുത്ത നിറമുള്ള 2 റിബണുകൾക്കിടയിലാണ് 2ാമത്തെ ട്രാക്ക്. വളരെ പ്രധാനപ്പെട്ടതാണ്. കാരിച്ചാൽ തെക്കേക്കര ബോട്ട് ക്ലബ്ബ് തുഴയുന്ന കാരിച്ചാലാണ് 2ാമത്. പ്രേക്ഷകർക്ക് കാണാം. 3ാമത് ചെറുതനയാണ്. 1ാമത്തെ ട്രാക്കിൽ സെന്റ് പയസ് ആണ്. 72 വർഷത്തെ ചരിത്രമുണ്ട് ചുണ്ടൻ വള്ളങ്ങളുടെ ഈ തീപാറും പോരാട്ടത്തിന്. എത്രയോ കാലങ്ങളിൽ എത്രയോ ആവേശമുള്ള മനുഷ്യരുടെ തൊണ്ടയിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുള്ള പേരാണ് കാരിച്ചാൽ. 4ാമത്തെ ഹീറ്റ്സ് തുടങ്ങിയിരിക്കുന്നു. മാധുദാ നോക്കൂ, 4ാമത്തെ ഹീറ്റ്സ് തുടങ്ങുമ്പോൾ പറയാനാവുന്നില്ല, ആദ്യഘട്ടത്തിൽ പറയാനാവുന്നില്ല. പക്ഷേ ചുണ്ടൻ മുന്നിലാണോ അതോ ആരോമയാണോ? ആരോമ 4ാമത്തെ ട്രാക്കിലുള്ള ആരോമയും 3ാമത്തെ ട്രാക്കിലുള്ള NBC നാട്ടകം തുഴയുന്ന ചെറുതനയും. അതേസമയം ഇഞ്ചോടിഞ്ചാണ് ഗിയർ മാറുന്നു. മാധു നോക്കൂ, 4 ഘട്ടങ്ങളുണ്ട് ഈ പുന്നമടയിൽ. 1250 മീറ്റർ താണ്ടാൻ അതിൽ ആദ്യ ഘട്ടം കഴിയുമ്പോൾ ആദ്യ ഗിയർ മാറും, 2ാമത്തെ കഴിയുമ്പോൾ 2ാമത്തെ. 3ാമതും 4ാമതുമുള്ള ചെറുതന ചുണ്ടനും ആരോമ ചുണ്ടനുമാണ് ഈ പറയുന്ന ആദ്യത്തെ പോയിന്റിൽ 1ാമത് മുന്നോട്ട് കുതിച്ചത്. സെന്റ് പയസിനെ എഴുതിത്തള്ളാൻ കഴിയില്ല. മങ്കൊമ്പ് സെന്റ് പയസ് ബോട്ട് ക്ലബ്ബ് തുടങ്ങിയ സെന്റ് പയസും ഈ മത്സരത്തിൽ ഞങ്ങളും പിന്നോട്ടില്ല, ഞങ്ങളും മുന്നോട്ട് തന്നെ. ഇതാ നോക്കൂ, റിക്സൺ പ്രവചനാതീതമാണ്. 4ാമത്തെ ഹീറ്റ്സിലും ഇതാ തീ പിടിക്കുന്നു. കിരീടവുമായിട്ടാണ് അരോമ ബോട്ട് ക്ലബ്ബ് ഇറങ്ങിയിരിക്കുന്നത്. എന്നാൽ കാരിച്ചാൽ, എവർഗ്രീൻ കാരിച്ചാൽ 16 തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട ചരിത്രവുമായാണ് കാരിച്ചാലും ചെറുതനയും അരോമയും സെന്റ് പയസുമായുള്ള പോരാട്ടം. ആരാണ് മുൻപില്? ഇല്ല, അരോമ വിട്ടുകൊടുക്കുന്നില്ല. അരോമ മുന്നോട്ട് കയറുകയാണ്. എന്തൊരു പോരാട്ടം! ഒരു തുഴപ്പാടിന് മുന്നിൽ ആരോമയാണ്. ആരോമയെ പിടിക്കാൻ ചെറുതനയുണ്ട്. കാരിച്ചാലിന്റെ ചരിത്രത്തിന് ചെറുതനയോളം ആരോമയോളം തുഴഞ്ഞു കയറാനാവുന്നില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 4ാമത്തെ ട്രാക്കിലോടുന്ന ആരോമയും 3ാമത്തെ ട്രാക്കിൽ തുഴയുന്ന ചെറുതനയും തമ്മിലാണ്. ആരോമ ഇതാ ഗിയർ മാറ്റുന്നു, ഗിയർ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു. ആരോമ 4ാമത്തെ ട്രാക്കിലോടുന്ന ആരോമ ബോട്ട് ക്ലബ്ബ് പറവൂർ കൊല്ലത്തിന്റെ ആരോമ. ചമ്പക്കുളത്തിന്റെ കുട്ടനാടിന്റെ ആലപ്പുഴയുടെ കപ്പെടുക്കാൻ കൊല്ലത്ത് നിന്നും പറന്നിറങ്ങിയ ആരോമ ബോട്ട് ക്ലബ്ബ് പറവൂരിന്റെ ആരോമ ഇതാ 4ാമത്തെ ട്രാക്കിൽ. തൊട്ടൊപ്പം ചെറുതന NBC നാട്ടകത്തിന്റെ ചെറുതനയും ഒപ്പമുണ്ട്. എന്നാൽ കാരിച്ചാൽ അല്പം പിന്നിൽ പോയിരിക്കുന്ന ഒരു പോയിന്റ് കൂടി പിന്നിടാൻ പോവുകയാണ്. നമുക്കറിയാം ആരാണ് എന്ന്. ആരോമയും കഴിയാത്ത വ്യത്യാസം. ആരോമയും ചെറുതനയും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇങ്ങേറ്റത്ത് ആരോമ, തൊട്ടപ്പുറത്ത് 3ാമത്തെ ട്രാക്കിൽ ചെറുതന. സന്തോഷ് കുമാർ MP നയിക്കുന്ന NBC നാട്ടകത്തിന്റെ ചെറുതന, രഞ്ജിത്ത് സഞ്ജീവ് നയിക്കുന്ന ആരോമ ബോട്ട് ക്ലബ്ബ് പറവൂരിന്റെ ആരോമ. ഇതാ അടുത്ത പോയിന്റിലേക്ക് ആരോമ ഒരു 4ാം ട്രാക്കുകാരൻ തന്നെയാണ് ആദ്യം ഭേദിക്കുന്നത്. ആരോമ ചുണ്ടൻ. ആരോമ പക്ഷേ തുഴയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 3 തുഴക്കാരുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ചെറുതന തിരിച്ചു വരുന്നു, അഗ്നിസ്ഫുലിംഗങ്ങൾ പോലെ തിരിച്ചു വരുന്നു. പക്ഷേ കാരിച്ചാൽ പിന്നിലാവുന്നു, സെന്റ് പയസ് പിന്നിലാവുന്നു. അടുത്ത ഗിയർ വന്നപ്പോഴേക്കും ഊർജം കണ്ടോ? റിക്സൺ ആരോമയുടെ ഊർജം കണ്ടോ? ചെറുതനയുടെ ഊർജം കണ്ടോ? ഈ ഊർജത്തെ, ഈ ആവേശത്തെ എങ്ങനെ വിശദീകരിക്കും? അരോമ ബോട്ട് ക്ലബ്ബ് ജലോത്സവ ലോകത്തെ ഇളം തമ്പുരാൻ അരോമ ബോട്ട് ക്ലബ്ബ് കുതിച്ചു കയറുന്നു. എന്തൊരു മത്സരം! എവർഗ്രീൻ കാരിച്ചാലിനെ പുറകിലേക്ക് മാറ്റിക്കൊണ്ട് ഇളം തമ്പുരാൻ അരോമ ബോട്ട് ക്ലബ്ബ് കുതിച്ചു കയറുന്ന കാഴ്ച, എന്തൊരു സുന്ദരമായ കാഴ്ച! അരോമ തന്നെ ഇല്ല, വിട്ടുകൊടുക്കുന്നില്ല. ആഞ്ഞു കുത്തുകയാണ്, ആഞ്ഞു വലിക്കുകയാണ്. കുടച്ചക്രം പോലെ പങ്കായങ്ങൾ പുന്നമടയുടെ അടിത്തട്ടിനെ ഇളക്കുന്നു. അരോമ ബോട്ട് ക്ലബ്ബ്
അരോമ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അരോമ തുഴയാനെത്തിയിരിക്കുന്നത് അരോമ ബോട്ട് ക്ലബ്ബ്. പ്രിയപ്പെട്ടവരെ, അത് കുട്ടനാടിന്റെ ബോട്ടല്ല, കൊല്ലത്തിന്റെ ബോട്ടാണെങ്കിലും കുട്ടനാടിന്റെ ഹൃദയം കവർന്നിരിക്കുന്ന ബോട്ടാണ് അരോമ. അരോമ രഞ്ജിത്ത് സജീവും കൊച്ചുമ്മനും ജിതിൻ വർഗീസും നയിക്കുന്ന കൊല്ലം പറവൂർ അരോമ ബോട്ട് ക്ലബ്ബ്. അരോമ 1 ഇതാ 4ാം ട്രാക്കിലൂടെ കുതിച്ചു കയറുന്ന കാഴ്ച. ഈ 4ാം ട്രാക്കിലൂടെ കുതിച്ചു കയറുന്ന കാഴ്ച. പുന്നമടക്കായലിന് തീ പിടിപ്പിച്ച് അരോമ ചെറുതനെ ഒരുപക്ഷെ കാൽവള്ളപ്പാടിന് ഇതാ പിന്നിലാക്കിക്കൊണ്ട് കുതിച്ചുയരുന്ന കാഴ്ച. ഇനി ആവേശം അണമുറിയാത്ത ആവേശമാണ്. അടുത്ത ഒരേ ഒരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഇനി കുറച്ചു ദൂരം മാത്രമേ ഉള്ളൂ. എന്തും സംഭവിക്കാം. അരോമയെ പിന്നിലാക്കാൻ ചെറുതനെ അരോമയും നാട്ടകവും തമ്മിലുള്ള അത്യുജ്വല പോരാട്ടം.